രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് കതകിൽ ഒരു നേർത്ത മുട്ട് കേട്ടു. ബുഷ്റയുടെ ഹൃദയം ഒരു കൊച്ചു കിളിയെപ്പോലെ ചിറകടിച്ചു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഭർത്താവ് ഫൈസൽ ദുബായിൽ നിന്ന് വിളിച്ചാൽ പോലും ഈ സമയത്ത് ഉണർന്നിരിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഫൈസലായിരുന്നില്ല, ഇത് ജലീലായിരുന്നു. അവളുടെ ജീവിതത്തിലെ പുതിയ താളം, അവളുടെ ഉറക്കം കെടുത്തിയവൻ. അവൾ പതിയെ കതക് തുറന്നു. ഇരുട്ടിൽ അവൻ്റെ കണ്ണുകൾ മാത്രം തിളങ്ങി. ആ കണ്ണുകളിൽ പ്രണയവും ആകാംക്ഷയും ഒരു നേർത്ത ഭയവും അവൾ കണ്ടു. അവനെ അകത്തേക്ക് ക്ഷണിക്കാൻ വാക്കുകൾ വേണ്ടി വന്നില്ല. അവളുടെ കണ്ണുകൾ തന്നെ മതിയായിരുന്നു. അവൻ അകത്ത് കടന്നതും അവൾ കതകടച്ചു. ലോകം മുഴുവൻ പുറത്തായി. മുറിയിൽ നേരിയ നിലാവിൻ്റെ വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ഒന്നായി ചേർന്നു. ബുഷറയുടെ നെഞ്ചിടിപ്പ് കാതുകളിൽ മുഴങ്ങി. ഇതാദ്യമായിട്ടായിരുന്നില്ല അവൻ ഈ വീട്ടിൽ വരുന്നത്. പക്ഷെ ഈ രാത്രി എന്തോ വ്യത്യസ്തമായിരുന്നു. അവളുടെ ശരീരം ഒരു വൈദ്യുത പ്രവാഹം പോലെ വിറച്ചു. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ ചുറ്റി. ആ സ്പർശനം ഒരു നദിയിലെ ഒഴുക്ക് പോലെ അവളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ബുഷർ. അവൻ്റെ ശബ്ദം ഒരു മന്ത്രം പോലെ അവളുടെ കാതുകളിൽ അലിഞ്ഞു. ആ വിളിയിൽ അവൾ എത്രമാത്രം അവനു വേണ്ടി കാത്തിരുന്നു എന്നവൻ അറിഞ്ഞു. അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്കമർന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. അത് അവളുടെ ഹൃദയമിടിപ്പിനോട് താളം ചേർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിയെ ചുംബിച്ചു. ഒരു തണുത്ത കാറ്റ് അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. അവൾ കണ്ണുകൾ അടച്ചു. ഈ നിമിഷം, ഈ സ്പർശനം വർഷങ്ങളായി അവൾ കൊതിച്ചതായിരുന്നു. ഒരു ഭർത്താവുണ്ടായിട്ടും അവൾ അനുഭവിച്ച ഏകാന്തതയുടെ ആഴം അവൻ അറിഞ്ഞിരുന്നോ? അറിയില്ല. പക്ഷേ അവൻ്റെ സാമീപ്യം ആ ശൂന്യതയെ നിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഓടിച്ചു. ആ വിരൽ തുമ്പുകൾ അവളുടെ തലോടലുകൾക്കായി ദാഹിച്ചിരുന്നു. അവൾ അവൻ്റെ മുഖം കൈകളിലെടുത്തു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവൾ കണ്ടത് തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു. ഒരു നിമിഷം ലോകം നിശ്ചലമായി. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളെ തേടി. ആ ചുംബനം ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെയായിരുന്നു. തീവ്രവും ആഴമേറിയതും എല്ലാം മറന്നുപോയതുപോലെ. അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു. അവൻ്റെ ശരീരം അവളുടെ ശരീരത്തോട് ചേർന്നു. ആ ചൂട് ഒരു പുതപ്പ് പോലെ അവളെ പൊതിഞ്ഞു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. സന്തോഷം കൊണ്ടോ ഭയം കൊണ്ടോ അറിയില്ല. പക്ഷേ ഈ നിമിഷം അവൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങളിലൂടെ നീങ്ങി. ഓരോ സ്പർശനവും ഒരു വൈദ്യുത ഷോക്ക് പോലെയായിരുന്നു. അവളുടെ ശരീരം അവൻ്റെ വരുതിയിലായി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഒരു ചോദ്യം അവൾ കണ്ടു. ഇത് ശരിയാണോ? അവളുടെ ഉള്ളിലും അതേ ചോദ്യം മുഴങ്ങി. പക്ഷേ അവളുടെ ശരീരം അവനോട് ചേർന്നു നിന്നു. അവളുടെ മനസ്സ് അവനെ ആഗ്രഹിച്ചു. അവൾ പതിയെ തലയാട്ടി. അതെ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആ വാക്കുകൾ ഒരു സമ്മതം പോലെ അവൻ്റെ ഉള്ളിൽ ആശ്വാസം നിറച്ചു. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. അവൾ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു. ആ നെഞ്ചിൻ്റെ ചൂട് അവൾക്ക് സുരക്ഷിതത്വം നൽകി. അവൾക്ക് ചുറ്റും എല്ലാം കറങ്ങുന്നതുപോലെ തോന്നി. അവൻ്റെ ഓരോ സ്പർശനവും ഓരോ ചുംബനവും അവളെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ ഒരു പൂവിനെ പോലെ വിടർന്നു. അവൻ്റെ പ്രണയം അവളെ പൂർണ്ണയാക്കി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ജലീൽ. അവളുടെ ശബ്ദം നേർത്തു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ ബുഷർ. അവൻ്റെ വാക്കുകളിൽ പ്രണയം നിറഞ്ഞു. ആ നിമിഷം
അവർക്ക് ചുറ്റും പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ അവൾക്ക് ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ഓരോ സ്പർശനവും അവളുടെ ഉള്ളിൽ ഒരു പുതിയ ലോകം തുറന്നു. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന ഒരു വാതിൽ തുറക്കുന്നതുപോലെ അവളുടെ ശരീരം അവൻ്റെ കൈകളിൽ ഒരു മെഴുകുപോലെ ഉരുകി. അവളുടെ ശ്വാസം വേഗത്തിലായി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വീണ്ടും തേടി. ഇത്തവണ ചുംബനം കൂടുതൽ ആഴമുള്ളതായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു തീ ആളിക്കത്തി. അവൾ അവൻ്റെ ശരീരത്തോട് കൂടുതൽ ചേർന്നു. ആ ചൂട് അവളെ പൊതിഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഓടിച്ചു. അവളുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചു, "നീ എൻ്റെ മാത്രം." ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൾ അവൻ്റെ മാത്രമായിരുന്നു. ഈ ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു വേദനയായി. അവൾ കണ്ണുകളടച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ സാമീപ്യം, അവൻ്റെ സ്പർശനം അവളെ എല്ലാം മറക്കാൻ പ്രേരിപ്പിച്ചു. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് മതിയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് നീങ്ങി. ഓരോ ചുംബനവും അവളുടെ ശരീരത്തിൽ ഒരു പുതിയ ഉണർവ് നൽകി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം അവൻ്റെ വരുതിയിലായി. അവൾക്ക് ചുറ്റുമെല്ലാം മങ്ങുന്നതുപോലെ തോന്നി. അവൻ്റെ പ്രണയം അവളെ ഒരു നദിയിലെ ഒഴുക്കുപോലെ കൊണ്ടുപോയി. അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ ഒഴുക്കിൽ ലയിച്ചു ചേർന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ നീങ്ങുമ്പോൾ അവൾക്കൊരു തരിപ്പ് അനുഭവപ്പെട്ടു. ഓരോ സ്പർശനവും അവളുടെ ഉള്ളിലൊരു പുതിയ ലോകം തുറന്നു. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന ഒരു വാതിൽ തുറക്കുന്നതുപോലെ അവളുടെ ശരീരം അവൻ്റെ കൈകളിൽ ഒരു മെഴുകുപോലെ ഉരുകി. അവളുടെ ശ്വാസം വേഗത്തിലായി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വീണ്ടും തേടി. ഇത്തവണ ചുംബനം കൂടുതൽ ആഴമുള്ളതായിരുന്നു. അവളുടെ ഉള്ളിലൊരു തീ ആളിക്കത്തി. അവൾ അവൻ്റെ ശരീരത്തോട് കൂടുതൽ ചേർന്നു. ആ ചൂട് അവളെ പൊതിഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഓടിച്ചു. അവളുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചു, "നീ എൻ്റെ മാത്രം." ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൾ അവൻ്റെ മാത്രമായിരുന്നോ? ഈ ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു വേദനയായി. അവൾ കണ്ണുകളടച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ സാമീപ്യം, അവൻ്റെ സ്പർശനം അവളെയെല്ലാം മറക്കാൻ പ്രേരിപ്പിച്ചു. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് മതിയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് നീങ്ങി. ഓരോ ചുംബനവും അവളുടെ ശരീരത്തിൽ ഒരു പുതിയ ഉണർവ് നൽകി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം അവൻ്റെ വരുതിയിലായി. അവൾക്ക് ചുറ്റുമെല്ലാം മങ്ങുന്നതുപോലെ തോന്നി. അവൻ്റെ പ്രണയം അവളെ ഒരു നദിയിലെ ഒഴുക്കുപോലെ കൊണ്ടുപോയി. അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ ഒഴുക്കിൽ ലയിച്ചു ചേർന്നു. അവൾക്ക് ജലീൽ ഒരു പുതിയ ലോകം തുറന്നു. ബുഷറ 26 വയസ്സുള്ള ഒരു ഹൈസ്കൂൾ അധ്യാപിക. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അവൾ വരുന്നത്. ഫൈസലുമായിട്ടുള്ള അവളുടെ വിവാഹം ഒരു സാധാരണ ഏർപ്പാടായിരുന്നു. വീട്ടുകാർ കണ്ടുപിടിച്ച ബന്ധം. ഫൈസൽ ദുബായിൽ ഒരു എഞ്ചിനീയറാണ്. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അവൻ തിരികെ പോയി. പിന്നീട് വർഷത്തിൽ 1-2 തവണ മാത്രം അവധിക്ക് വരും. ബുഷറയുടെ ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. അവൾക്ക് കൂട്ടായി പുസ്തകങ്ങളും അവളുടെ വിദ്യാർത്ഥികളും മാത്രം. അവൾക്ക് ഭർത്താവുണ്ടായിട്ടും ഒരുതരം ഏകാന്തത അവളെ വരിഞ്ഞു മുറുക്കി. ഫൈസൽ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ദൂരെയുള്ള അവൻ്റെ സാമീപ്യം അവളുടെ ഉള്ളിലെ ശൂന്യതയെ നിറയ്ക്കാൻ പര്യാപ്തമായിരുന്നില്ല. അവൾക്ക് സംസാരിക്കാൻ, ചിരിക്കാൻ, ഒരുമിച്ച് നടക്കാൻ, ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കാൻ ഒരാളെ വേണമായിരുന്നു. ആ ആഗ്രഹം അവളുടെ ഉള്ളിൽ ഒരു നീറ്റലായി അവശേഷിച്ചു. ഒരു ദിവസം അവളുടെ സ്കൂളിൽ ഒരു പുതിയ പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ വന്നു. അഡ്വർടൈസിംഗ് കമ്പനിയുടെ പ്രതിനിധിയായി വന്നത് ജലീലായിരുന്നു. 28 വയസ്സുകാരൻ, ആകർഷകമായ രൂപം, ചിരിക്കുന്ന കണ്ണുകൾ. ആദ്യ കാഴ്ചയിൽ തന്നെ ബുഷറക്ക് അവനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നി. അവൻ്റെ സംസാരത്തിൽ ഒരുതരം ഊഷ്മളതയുണ്ടായിരുന്നു. അവരുടെ സംഭാഷണങ്ങൾ പരസ്യ ബോർഡിൽ ഒതുങ്ങിയില്ല. സ്കൂളിലെ കാര്യങ്ങൾ,
കുട്ടികളെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീടത് വ്യക്തിപരമായ ഇഷ്ടങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നീണ്ടു. ജലീൽ ഒരു നല്ല ശ്രോതാവായിരുന്നു. ബുഷറയുടെ ഉള്ളിലെ സങ്കടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവൻ ക്ഷമയോടെ കേട്ടു. അവൾക്ക് ആദ്യമായി ഒരാളോട് ഇത്രയും തുറന്നു സംസാരിക്കാൻ കഴിഞ്ഞു. "നിങ്ങളെന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത്?" ഒരു ദിവസം ജലീൽ ചോദിച്ചു. ആ ചോദ്യം അവളുടെ ഉള്ളിലെ കെട്ടുകൾ അഴിച്ചു. അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. "ഒന്നുമില്ല," അവൾ പതിയെ പറഞ്ഞു. പക്ഷേ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. "എനിക്കറിയാം നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന്." അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം ആത്മാർത്ഥതയുണ്ടായിരുന്നു. അവൾക്ക് അവനെ വിശ്വസിക്കാൻ തോന്നി. അവൾ തൻ്റെ ഏകാന്തതയെക്കുറിച്ചും ഫൈസലുമായിട്ടുള്ള ബന്ധത്തിലെ വിടവിനെക്കുറിച്ചും അവനോട് തുറന്നു പറഞ്ഞു. ജലീൽ അവളെ സമാധാനിപ്പിച്ചു. "നിങ്ങൾ ഒറ്റക്കല്ല ബുഷർ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്." ആ വാക്കുകൾ അവളുടെ ഉള്ളിലൊരു തണുത്ത വെള്ളം ഒഴിക്കുന്നത് പോലെയായിരുന്നു. അവൾക്കാദ്യമായി ഒരു കൈത്താങ്ങ് ലഭിച്ചു. അവരുടെ കൂടിക്കാഴ്ചകൾ പതിവായി. സ്കൂളിൻ്റെ ആവശ്യങ്ങൾ എന്ന പേരിൽ അവർ പലപ്പോഴും കണ്ടുമുട്ടി. കോഫി ഷോപ്പുകളിൽ, പുഴയുടെ തീരത്ത്, ആളൊഴിഞ്ഞ വഴികളിൽ. ഓരോ കൂടിക്കാഴ്ചയും അവരുടെ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കി. ജലീലിൻ്റെ സാമീപ്യം ബുഷറയുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു. അവൾക്ക് ജലീലിനോട് പ്രണയം തോന്നിത്തുടങ്ങി. ഒരു തെറ്റാണെന്നറിഞ്ഞിട്ടും അവൾക്ക് അവനെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് ഫൈസലിനോട് നീതി പുലർത്താൻ പറഞ്ഞു. പക്ഷേ അവളുടെ ഹൃദയം ജലീലിനെ തേടി. ഈ വൈരുദ്ധ്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതൊരു തെറ്റായിരുന്നോ? അവൾ പലപ്പോഴും സ്വയം ചോദിച്ചു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നോ? അവളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നു. പക്ഷേ ജലീലിൻ്റെ സാമീപ്യം ആ യുദ്ധത്തെ തണുപ്പിച്ചു. അവൻ്റെ സ്നേഹം അവളെ എല്ലാത്തിൽ നിന്നും അകറ്റി. ജലീലിനും ബുഷറയോട് പ്രണയം തോന്നിയിരുന്നു. അവളുടെ നിഷ്കളങ്കതയും അവളുടെ ഉള്ളിലെ സങ്കടങ്ങളും അവനെ വല്ലാതെ ആകർഷിച്ചു. അവൾ വിവാഹിതയാണെന്നറിഞ്ഞിട്ടും അവൻ അവളെ സ്നേഹിച്ചു. അവൻ്റെ പ്രണയം ഒരു പുഴയിലെ ഒഴുക്കുപോലെയായിരുന്നു, ശാന്തവും എന്നാൽ ആഴമേറിയതും. ഒരു ദിവസം രാത്രി ജലീൽ ബുഷറയെ വിളിച്ചു. "എനിക്കൊന്ന് കാണണം ബുഷർ, ഇപ്പോൾ തന്നെ." അവൻ്റെ ശബ്ദത്തിൽ ഒരുതരം അസ്വസ്ഥതയുണ്ടായിരുന്നു. ബുഷറയ്ക്ക് പരിഭ്രമമായി. "ഈ സമയത്തോ?" അവൾ ചോദിച്ചു. "അതെ, ഇപ്പോൾ തന്നെ," അവൻ തീർത്തു പറഞ്ഞു. അവൾക്ക് അവനെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അവൾ സമ്മതിച്ചു. അന്ന് രാത്രിയാണ് അവൻ ആദ്യമായി അവളുടെ വീട്ടിൽ വരുന്നത്. അവളുടെ ഹൃദയം ഒരു കൊച്ചു കിളിയെപ്പോലെ ചിറകടിച്ചു. ഈ രാത്രി അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. അവരുടെ പ്രണയം ഒരു രഹസ്യമായി തുടർന്നു. രാത്രിയുടെ മറവിൽ അവർ കണ്ടുമുട്ടി. അവൻ്റെ വരവ് അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ നൽകി. അവളുടെ ഏകാന്തതയ്ക്ക് ഒരു പരിഹാരമായി. അവൻ്റെ സാമീപ്യം അവളുടെ ഉള്ളിലെ ശൂന്യതയെ നിറച്ചു. അവൾക്കറിയാമായിരുന്നു ഇത് തെറ്റാണെന്ന്. പക്ഷേ ഈ പ്രണയം അവളെ ജീവിപ്പിച്ചു. അവളുടെ ഉള്ളിലെ തീവ്രമായ വികാരങ്ങളെ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും അവൾ അവനു വേണ്ടി കാത്തിരുന്നു. അവൻ്റെ ഒരു വിളിക്ക് വേണ്ടി, അവൻ്റെ ഒരു വാക്കിനു വേണ്ടി. ഫൈസൽ വിളിക്കുമ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നി. പക്ഷേ ആ കുറ്റബോധം ജലീലിനോടുള്ള അവളുടെ പ്രണയത്തെ ഇല്ലാതാക്കിയില്ല. അവളൊരു കെണിയിലകപ്പെട്ടതുപോലെ തോന്നി. പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു കെണി. "നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ ഉപേക്ഷിക്കുമോ ജലീൽ?" ഒരു ദിവസം അവൾ ചോദിച്ചു. അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. "ഒരിക്കലുമില്ല ബുഷർ, ഞാൻ നിന്റെ കൂടെയുണ്ട് എപ്പോഴും." അവൻ്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം നൽകി. അവളുടെ ജീവിതം ഒരു രഹസ്യ പുസ്തകം പോലെയായിരുന്നു. ആ പുസ്തകത്തിലെ ഓരോ താളും ജലീലിനോടുള്ള അവളുടെ പ്രണയത്തെക്കുറിച്ചായിരുന്നു. അവൾക്ക് ഈ രഹസ്യം എത്ര നാൾ സൂക്ഷിക്കാൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ നിമിഷം അവൾക്ക് ഈ പ്രണയം മതിയായിരുന്നു. ഒരു ദിവസം ഫൈസൽ നാട്ടിലേക്ക് വരുന്നു എന്ന വാർത്ത വന്നു. ബുഷർക്ക് പരിഭ്രമമായി. അവൾ ജലീലിനെ വിളിച്ചു. "ഫൈസൽ വരുന്നു ജലീൽ, ഞാൻ എന്തു ചെയ്യും?" അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ജലീൽ അവളെ സമാധാനിപ്പിച്ചു. "പേടിക്കേണ്ട ബുഷർ,
നമുക്ക് ഒരു വഴി കണ്ടെത്താം. പക്ഷേ അവന്റെ ശബ്ദത്തിലും ഒരു തരം ആശങ്കയുണ്ടായിരുന്നു. അവരുടെ പ്രണയം ഒരു പരീക്ഷണഘട്ടത്തിലെത്തിയിരുന്നു. ഫൈസൽ വന്നാൽ അവർക്ക് കണ്ടുമുട്ടാൻ കഴിയില്ല. അവളുടെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു. ഈ പ്രണയം അവൾക്ക് നഷ്ടപ്പെടുമോ? ഈ ചിന്ത അവളെ വല്ലാതെ അലട്ടി. ഫൈസൽ വരുന്നതിന് തലേ ദിവസം രാത്രി ജലീൽ പതിവ് പോലെ ബുഷറയുടെ വീട്ടിലെത്തി. ആ രാത്രി അവർക്ക് അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കുമോ എന്ന ഭയം അവരെ വരിഞ്ഞുമുറുക്കി. അവസാനത്തെ ആലിംഗനം. അവൾ കതക് തുറന്നപ്പോൾ ജലീലിന്റെ മുഖത്ത് ഒരു തരം വിഷാദം അവൾ കണ്ടു. അവന്റെ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായത. അവൾക്ക് അവനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. പക്ഷേ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു. അവൻ അകത്ത് കടന്നതും അവൾ കതകടച്ചു. മുറിയിൽ നേരിയ നിലാവിന്റെ വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ വിറച്ചു. ബുഷറയുടെ ഹൃദയം ഒരു കൊച്ചു കിളിയെപ്പോലെ ചിറകടിച്ചു. ഫൈസൽ വരുന്നു, ജലീൽ. അവളുടെ ശബ്ദം നേർത്തു. അവൻ അവളെ നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം സങ്കടം അവൾ കണ്ടു. എനിക്കറിയാം ബുഷർ, അവൻ പതിയെ പറഞ്ഞു. അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് ഇനി കാണാൻ കഴിയില്ലേ? അവൾ ചോദിച്ചു. അവന്റെ കണ്ണുകളിലും നനവ് പടർന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനം ഒരു യാത്രയയപ്പ് പോലെയായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു. ഈ പ്രണയം അവൾക്ക് നഷ്ടപ്പെടുമോ? അവന്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഓടിച്ചു. അവളുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ബുഷർ, എപ്പോഴും. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി. അവളുടെ കണ്ണുനീർ അവന്റെ ഷർട്ടിൽ പടർന്നു. അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടി. ആ ചുംബനം ഒരു വിടവാങ്ങൽ പോലെയായിരുന്നു. തീവ്രവും ആഴമേറിയതും എല്ലാം മറന്നുപോയതുപോലെ. അവളുടെ കൈകൾ അവന്റെ മുടിയിൽ കോർത്തു. അവന്റെ ശരീരം അവളുടെ ശരീരത്തോട് ചേർന്നു. ആ ചൂട് ഒരു പുതപ്പ് പോലെ അവളെ പൊതിഞ്ഞു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അറിയില്ല. പക്ഷേ ഈ നിമിഷം അവൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങളിലൂടെ നീങ്ങി. ഓരോ സ്പർശനവും ഒരു വൈദ്യുത ഷോക്ക് പോലെയായിരുന്നു. അവളുടെ ശരീരം അവന്റെ വരുതിയിലായി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായത അവൾ കണ്ടു. ഇതൊരു അവസാനമായിരിക്കുമോ? അവളുടെ ഉള്ളിൽ അതേ ചോദ്യം മുടങ്ങി. അവൾ പതിയെ തലയാട്ടി. അറിയില്ല. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആ വാക്കുകൾ ഒരു വേദന പോലെ അവന്റെ ഉള്ളിൽ നിറഞ്ഞു. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. അവൾ അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു. ആ നെഞ്ചിന്റെ ചൂട് അവൾക്ക് സുരക്ഷിതത്വം നൽകി. അവൾക്ക് ചുറ്റുമെല്ലാം കറങ്ങുന്നതുപോലെ തോന്നി. അവന്റെ ഓരോ സ്പർശനവും ഓരോ ചുംബനവും അവളെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളൊരു പൂവിനെ പോലെ വിടർന്നു. അവന്റെ പ്രണയം അവളെ പൂർണ്ണയാക്കി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജലീൽ, അവളുടെ ശബ്ദം നേർത്തു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ ബുഷർ. അവന്റെ വാക്കുകളിൽ പ്രണയം നിറഞ്ഞു. ആ നിമിഷം അവർക്ക് ചുറ്റും പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ അവൾക്കൊരു തരിപ്പ് അനുഭവപ്പെട്ടു. ഓരോ സ്പർശനവും അവളുടെ ഉള്ളിൽ ഒരു പുതിയ ലോകം തുറന്നു. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന ഒരു വാതിൽ തുറക്കുന്നതുപോലെ. അവളുടെ ശരീരം അവന്റെ കൈകളിൽ ഒരു മെഴുകുപോലെ ഉരുകി. അവളുടെ ശ്വാസം വേഗത്തിലായി. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വീണ്ടും തേടി. ഇത്തവണ ചുംബനം കൂടുതൽ ആഴമുള്ളതായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു തീ ആളിക്കത്തി. അവൾ അവന്റെ ശരീരത്തോട് കൂടുതൽ ചേർന്നു. ആ ചൂട് അവളെ പൊതിഞ്ഞു. അവന്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഓടിച്ചു.
അവളുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചു, നീ എൻ്റെ മാത്രം. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൾ അവൻ്റെ മാത്രമായിരുന്നു. ഈ ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു വേദനയായി. അവൾ കണ്ണുകളടച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ സാമീപ്യം, അവൻ്റെ സ്പർശനം അവളെയെല്ലാം മറക്കാൻ പ്രേരിപ്പിച്ചു. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് മതിയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് നീങ്ങി. ഓരോ ചുംബനവും അവളുടെ ശരീരത്തിൽ ഒരു പുതിയ ഉണർവ് നൽകി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം അവൻ്റെ വരുതിയിലായി. അവൾക്ക് ചുറ്റുമെല്ലാം മങ്ങുന്നതുപോലെ തോന്നി. അവൻ്റെ പ്രണയം അവളെ ഒരു നദിയിലെ ഒഴുക്കുപോലെ കൊണ്ടുപോയി. അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ ഒഴുക്കിൽ ലയിച്ചു ചേർന്നു. ആ രാത്രി അവർ പരസ്പരം ആഴത്തിലറിഞ്ഞു. ഓരോ സ്പർശനത്തിലും ഓരോ ചുംബനത്തിലും അവരുടെ പ്രണയം കൂടുതൽ തീവ്രമായി. അവൾക്ക് അവൻ്റെ ശരീരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സാമീപ്യം അവളെ പൂർണ്ണയാക്കി. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ അവൾക്കൊരു തരിപ്പ് അനുഭവപ്പെട്ടു. ഓരോ സ്പർശനവും അവളുടെ ഉള്ളിൽ ഒരു പുതിയ ലോകം തുറന്നു. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന ഒരു വാതിൽ തുറക്കുന്നതുപോലെ അവളുടെ ശരീരം അവൻ്റെ കൈകളിൽ ഒരു മെഴുകുപോലെ ഉരുകി. അവളുടെ ശ്വാസം വേഗത്തിലായി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വീണ്ടും തേടി. ഇത്തവണ ചുംബനം കൂടുതൽ ആഴമുള്ളതായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു തീ ആളിക്കത്തി. അവൾ അവൻ്റെ ശരീരത്തോട് കൂടുതൽ ചേർന്നു. ആ ചൂട് അവളെ പൊതിഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഓടിച്ചു. അവളുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചു, നീ എൻ്റെ മാത്രം. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൾ അവൻ്റെ മാത്രമായിരുന്നു. ഈ ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു വേദനയായി. അവൾ കണ്ണുകൾ അടച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ സാമീപ്യം, അവൻ്റെ സ്പർശനം അവളെയെല്ലാം മറക്കാൻ പ്രേരിപ്പിച്ചു. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് മതിയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് നീങ്ങി. ഓരോ ചുംബനവും അവളുടെ ശരീരത്തിൽ ഒരു പുതിയ ഉണർവ് നൽകി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം അവൻ്റെ വരുതിയിലായി. അവൾക്ക് ചുറ്റുമെല്ലാം മങ്ങുന്നതുപോലെ തോന്നി. അവൻ്റെ പ്രണയം അവളെ ഒരു നദിയിലെ ഒഴുക്കുപോലെ കൊണ്ടുപോയി. അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ ഒഴുക്കിൽ ലയിച്ചു ചേർന്നു. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. കിഴക്ക് ചുവപ്പ് രാശി പടർന്നു. ജലീൽ പതിയെ എഴുന്നേറ്റു. ബുഷറ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. പോകരുതേ, അവളുടെ ശബ്ദം നേർത്തു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എനിക്ക് പോകണം ബുഷർ, നമുക്ക് വീണ്ടും കാണാം. അവൻ്റെ വാക്കുകളിൽ ഒരു തരം ഉറപ്പുണ്ടായിരുന്നില്ല. അവൾക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല. അവൻ പതിയെ കതക് തുറന്നു പുറത്തിറങ്ങി. ബുഷറ ജനലിലൂടെ അവനെ നോക്കി. അവൻ ഇരുട്ടിൽ മറയുന്നതുവരെ അവൾ അവിടെ നിന്നു. അവൾക്കറിയാമായിരുന്നു ഈ കൂടിക്കാഴ്ച അവരുടെ അവസാനത്തേതായിരിക്കില്ലെന്ന്. അവരുടെ പ്രണയം ഒരു പുഴയിലെ ഒഴുക്ക് പോലെയായിരുന്നു. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, തടസ്സങ്ങളെ ഭേദിച്ച് പുതിയ വഴികൾ തേടി. അവൾക്ക് ഫൈസലിനോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നു. പക്ഷേ ജലീലിനോടുള്ള അവളുടെ പ്രണയം ആ യുദ്ധത്തെ അതിജീവിച്ചു. അവൾക്ക് ഈ പ്രണയം മതിയായിരുന്നു. ഈ നിമിഷം, ഈ സത്യം അവൾക്ക് മതിയായിരുന്നു. അവൾക്കറിയാമായിരുന്നു ജലീൽ അവളെ തേടി വീണ്ടും വരുമെന്ന്. രാത്രിയുടെ മറവിൽ അവളുടെ ഹൃദയം അവനുവേണ്ടി കാത്തിരിക്കും.